ഇത് വരയൻ ചൂര എന്ന് പറയുന്ന ഒരു മീനാണ്. ഇതില് കൊണ്ടുവന്നതിന് മുഴുവനും നമുക്ക് പിക്കിളിടണ്ട. പൊട്ടി കഴിഞ്ഞതിന് ശേഷം അരച്ച് വെച്ചിട്ടുള്ള ഇഞ്ചിയും വെളുത്തുള്ളിയും, പിന്നെ വെളുത്തുള്ളി തന്നെ ഇടുന്നുണ്ട് കുറച്ച്. This is the final look, guys. സൂപ്പർ സാധനം കേട്ടോ. നമുക്ക് ഇന്ന് കുറച്ച് മീൻ അച്ചാറിടാം. അപ്പം അതെങ്ങനെയാണ്, എന്താണ് സംഭവം എന്നൊക്കെ നമുക്ക് നോക്കാം. ഇപ്പോൾ വീട്ടിലേക്ക് പോകുമ്പം തിരിച്ച് ബാംഗ്ലൂർ പോകുമ്പം കൊണ്ടുപോകാനാണ് ആക്ച്വലി ഉണ്ടാക്കുന്നത്. പിന്നെ ഇവർക്കും കൂടിയിട്ട് ഒരു ബോട്ടിൽ ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ അതൊക്കെ കണക്കാക്കിയിട്ട് നമ്മൾ ഫിഷ് ഓൾറെഡി മേടിച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അതിൻ്റെ കാര്യങ്ങളിലേക്ക് നോക്കാം. ഇത് ഏത് മീനാ? ഇത് വരയൻ ചൂര എന്ന് പറയുന്ന ഒരു മീനാണ്. വരയൻ ചൂര? വരയൻ ചൂര കേരാന്നുണ്ട്. ആ കേരാന്നും പറയും, വരയൻ ചൂര എന്ന് പറയും, പിന്നെ സാധാരണ ചൂര എന്ന് പറയും. ശരി. ഇത് എത്ര കിലോ വാങ്ങിയിട്ടുണ്ട്? ഇതിപ്പോ മേടിച്ചിട്ടുള്ളത് 5 കിലോ വാങ്ങിച്ചിട്ടുണ്ട്. 5 കിലോ ഉണ്ട്. അത് 5 കിലോ മേടിച്ചിട്ടുണ്ട്. അതിന്റെ തൊലി ഉരിഞ്ഞ് കളഞ്ഞ് മുറുക്കി ക്ലീൻ ചെയ്ത് കൊണ്ടുവന്നിട്ടുള്ളത്. ശരി. നല്ല പീസുകളാണ്. ഇതില് കൊണ്ടുവന്നതിന് മുഴുവനും നമുക്ക് പിക്കിളിടണ്ട. പകുതി ഇടാം, പകുതി വേറെ കറി വെക്കാൻ. ഇതിനൊക്കെ അതിന് ക്രിസ്തു മസാല വരണ അതിനൊക്കെ നീക്കി വെക്കണ്ട. ഇത് എടുക്കണുള്ളൂ, കുറച്ചെടുത്തിട്ട് കട്ട് ചെയ്യണം. ഇത് പകുതി അല്ലെങ്കിൽ വലിയ പീസാവും, കട്ട് ചെയ്യാം. ഞാനെടുത്ത് ആക്കുമ്പോ തന്നെ അല്ല, ഇത് തല സ്നോബലിന് കൊടുക്കാനായിട്ട് എടുക്കാം. സ്നോബൽ ഇവിടെ വരുന്ന ഒരു പൂച്ച കേട്ടോ. സ്ട്രേ ആണ്, പക്ഷെ നമ്മൾ ഫുഡൊക്കെ കൊടുക്കാറുണ്ട്. ഇനി വറുത്ത് വരുമ്പോ ചുമ്മും പീസാക്കണം. കൊറേ ഞാൻ നീക്കി വെച്ചിട്ടുണ്ട്. ഇത് മാത്രം എടുക്കണുള്ളൂ ഫിഷ് പിക്കിളിടാനേ. രണ്ട് ഇത് ഉണ്ടാക്കാനുണ്ടാവില്ലേ? 2 ബോട്ടിലേക്ക് ഉണ്ടാവില്ലേ? തട്ട് തന്നാവും. ഇപ്പൊ എന്താ അതിൽ എല്ലുണ്ടെന്നാ? എല്ലുണ്ടാവുമ്പോ കുഴപ്പമില്ല. 2 കട്ട് ചെയ്ത് കഴിഞ്ഞു കഴുകുമ്പോ വാഷ് ചെയ്യുന്ന നേരത്ത് നന്നായി നോക്കണം. അല്ലെങ്കിൽ അത് ഇങ്ങനെ വിട്ട് വിട്ട് പോകും. എനിക്കൊരു ടൈപ്പ് ഒന്നും കുഴപ്പമില്ല, അങ്ങനെ തന്നെ ഇടാം അല്ലേ. ഓൾമോസ്റ്റ് തീർന്നു. സോ ഇപ്പോൾ ഒരു ഏകദേശം ഒരു 2 കിലോ ആണ് നമ്മൾ പിക്കിളിടാൻ വിചാരിക്കുന്നത്. അപ്പം അതിൻ്റെ നമ്മൾ ചെറിയ പീസസ് ആക്കി കഴിഞ്ഞു. 2 കിലോ ഉണ്ടാവില്ല. ഞാനൊന്ന് കണക്കാക്കി അങ്ങനെ എടുത്തതാ. നമുക്കിപ്പോൾ കുറച്ച് വേസ്റ്റ് വന്നിട്ടുണ്ട്. അപ്പം അത് ഞങ്ങൾ ഇവിടെ വരുന്ന പൂച്ചയ്ക്ക് കൊടുക്കാമെന്ന് വിചാരിച്ചിട്ട് അതിൽ കുറച്ച് ചോറിട്ട് ഇളക്കിയിട്ട് കൊടുക്കാമെന്ന് വിചാരിക്കണം. അപ്പം ആക്ച്വലി 2 പൂച്ചകളുണ്ട്. എന്നും വന്ന് എന്നൊന്നല്ല, എപ്പോഴും ഇവിടെ തന്നെയാണ്. എപ്പോഴും ഫുഡ് ചോദിച്ചു വരും. കഴിയില്ലെങ്കിലേ വിട്ട് വിട്ട് പോകും. 2 വട്ടം കഴുകി. നല്ല അലുവ കഷ്ണം പോലത്തെ മീൻ അല്ലേ? അതെ, ഇതിന് കുറച്ചുണ്ട്. ഇത് ഞാൻ അരിച്ചെടുക്കുന്നുണ്ട്. എന്നല്ലേ ഇത് വറുക്കാൻ വെച്ചേക്കുന്ന? സാറിനുള്ള വെളുത്തുള്ളി നമ്മൾ വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് ഇനിയൊരു 10 മിനിറ്റ്സ് കഴിഞ്ഞ് കഴിഞ്ഞാൽ പീൽ ചെയ്ത് തുടങ്ങാം. അപ്പോൾ ഇങ്ങനെ ചെയ്താൽ പെട്ടെന്ന് പോരും എന്നാണ് പറയുന്നത്. നോക്കാം.
മിക്സ് ചെയ്തിട്ട് എന്നിട്ട് മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ട് വറക്കുമല്ലേ? ഇങ്ങനെ ഉടയാണ് അപ്പോൾ കുഴപ്പമുണ്ടാവില്ല. ഇത്തിരി വിനാഗിരി വിറ്റിയ കാരണം അല്ലെങ്കിൽ നമ്മൾ വാഷ് ചെയ്തപ്പോൾ അതിൽ നിന്ന് ഇങ്ങനെ ഇങ്ങനെ പോവുക, പൊടിഞ്ഞ് പോവുക. ഇങ്ങനെ വിനാഗിരി ഇട്ടിട്ട് നമ്മളിങ്ങനെ ചെയ്യുമ്പോൾ അതിന് ഇത്തിരി ഡ്രൈ ആവും. കുറച്ച് നേരം വെക്കുമ്പോൾ അത് പിടിച്ച് ഇതിന് നമ്മൾ ഇത്രയൊന്നും ഉണ്ടാവില്ല, ഫ്രൈ ചെയ്ത് വരുമ്പോൾ കുറച്ചുണ്ടാവും. ചുരുങ്ങൂല്ലേ? അപ്പം ഇത് ഓക്കെ, ഇത്രയുണ്ടെങ്കിൽ കുറച്ച് നേരം ഇവിടെ ഇരിക്കില്ല. എന്നോട് തിന്നൊരു പൂച്ച വീണ്ടും വീണ്ടും എന്തിനാ വന്ന് ചോദിക്കണേ? വീണ്ടും വീണ്ടും എന്തിനാ വന്ന് ചോദിക്കണേന്ന്? അച്ചാറിനുള്ള വെളുത്തുള്ളി നമുക്ക് പീൽ ചെയ്യാം. നമ്മള് ഈ പാൻ ചൂടായിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഒരു മണിക്കൂറോളം നമ്മൾ മാരിനേറ്റ് ചെയ്ത് വെച്ചു. അത് കഴിഞ്ഞിട്ട് നമ്മളിത് വറക്കാനും ത്രൂ ഔട്ട് നമ്മൾ നല്ലെണ്ണയാണ് യൂസ് ചെയ്യുന്നത്. നല്ലെണ്ണയാണ് യൂസ് ചെയ്യുന്നത്. പിക്കിളല്ലാതും ഏതായാലും ഇപ്പം മാങ്ങ നാരങ്ങയൊക്കെ ആയാലും നല്ലെണ്ണ എണ്ണയിലിടുന്ന നല്ലതെന്നാണ് പറയുന്നത്. അപ്പം നമ്മൾ വെച്ച് നോക്കിയപ്പോൾ എനിക്കും അത് കുഴപ്പമില്ലാന്ന് തോന്നി, അതായത് നല്ലതെന്ന് തോന്നി. ഈ ഫിഷ് പിക്കിളൊക്കെ ഫുള്ള് എണ്ണയിൽ തന്നെ ഇടുന്നത്. ഞാൻ മാംഗോ ഇടുമ്പോഴും അങ്ങനെ തന്നെ. കുറച്ച് ഒരുവിധമൊക്കെ അതിൻ്റെ ഒരു സൈഡ് ഇത്തിരി കൂടുതലായി. അപ്പം പിന്നെ ഞാൻ മറ്റേ സൈഡ് അത്രയ്ക്ക് എടുത്തിട്ടില്ല. കൂടുതൽ മുരിഞ്ഞ് കഴിഞ്ഞാൽ ഭയങ്കര ഹാർഡാവില്ല. ഹാർഡാവും. ഇനി മുറിഞ്ഞില്ലെങ്കിൽ ആകെ പോകും. അപ്പോൾ അതുകൊണ്ട് ഇങ്ങനെയുള്ള ഒരു ഇതിലാണ് എടുത്തിരിക്കുന്നത്. കൂടെ ചോറിന് കഴിക്കാനുള്ള ഫിഷ് വറുക്കുന്നുണ്ട് കേട്ടോ. നമ്മുടെ മെയിൻ ഫിഷ് ഇവിടെ മുരിഞ്ഞുകൊണ്ടിരിക്കുക. നെക്സ്റ്റ് ബാച്ച് ഇടുകയാണ്. ഇപ്പൊ എത്ര 4 ബാച്ചായിട്ടല്ലേ വറുത്തെടുത്തു? അങ്ങനെ ഫുള്ളും കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പം ഇത്ര ഉണ്ട് സംഭവം. ആകെ ഇത്രയേ ഉള്ളൂ. കുറേ ഉണ്ടായിരുന്നു. ഉണ്ടായിരുന്നു. ഇപ്പം വറുത്ത് വന്നപ്പോൾ കഴിഞ്ഞപ്പോൾ ഇത്രയേ ഉള്ളൂ. കഴിഞ്ഞ പ്രാവശ്യം ഞങ്ങൾ പിക്കിളിട്ടതിനും ഇത്തിരി കൂടി പീസൊക്കെ വലുതാണ്. കുറച്ചും കൂടി ഉണ്ട്. ഓക്കെ, ഫൈനലി കുറേ നേരം കഴിഞ്ഞിട്ട് ഇതൊന്ന് പീൽ ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പം അതിൻ്റെ ഇടയിൽ നമ്മൾ ലഞ്ചൊക്കെ കഴിച്ചു. അപ്പം ഇത് ചിക്കൻ കറിയും ചോറും പിന്നെ ഒരു പപ്പടം കൂടി ഇത് കഴിക്കാമെന്നാണ് വിചാരിക്കുന്നത്. കുറച്ചെടുത്തിട്ട് കുറച്ച് വെളുത്തുള്ളിയും ഇഞ്ചിയും മിക്സ് ചെയ്തോ. ഓക്കെ, അത് അരച്ചെടുത്തോട്ടെ. നമ്മൾ ഫിഷ് വറുത്തെടുത്തിട്ടുള്ള സെയിം എണ്ണ തന്നെ അച്ചാറിടാൻ യൂസ് ചെയ്യാം കേട്ടോ. ഇതും നല്ലെണ്ണ തന്നെയാണ്, എള്ളെണ്ണയാണ് യൂസ് ചെയ്യുന്നത്.
എണ്ണ ചൂടായിട്ടുണ്ട്. അപ്പം ഇനി ഇതിലേക്ക് കടുക് ഇടാൻ പോകും. കുറച്ച് കടുക്, എനിക്ക് എല്ലാത്തിലും കടുക് പൊട്ടിക്കുന്നത് വലിയ ഇഷ്ടമാണ്. അത് ഞാൻ കുറച്ച് അധികം ഇടും എപ്പോഴും കറികളിലായാലും അങ്ങനെ കുറച്ചധികം ഇടും. ഇനി ഉലുവ, കുറച്ച് ഉലുവ ഇട്ടു. അതധികം വേണ്ട, കടുകിൻ്റെ പോലെയൊന്നും വേണ്ട. പൊട്ടി കഴിഞ്ഞതിന് ശേഷം അരച്ച് വെച്ചിട്ടുള്ള ഇഞ്ചിയും വെളുത്തുള്ളി, പിന്നെ വെളുത്തുള്ളി തന്നെ ഇടുന്നുണ്ട്, കുറച്ച് വേപ്പിലൊക്കെ നമുക്ക് ഇടാം. ഇത് തന്നെയുള്ളതും ഇടുന്നുണ്ട്, ഇതിൻ്റെ ഒപ്പം തന്നെ ഇടുന്നത്. ഒന്നിങ്ങനെ വലിയതായിട്ട് അതൊക്കെ പൊട്ടി കഴിഞ്ഞ ഉള്ളിൽ നെക്സ്റ്റ് നമുക്ക് പച്ചമുളക് ഇടാം. ഇതിൻ്റെ കൂടെ വേപ്പില ഇടാം. ഇനി ഇത് മുരിഞ്ഞ് കഴിഞ്ഞിട്ട് നമുക്ക് പൊടികൾ ആഡ് ചെയ്യാം. കുറച്ചും കൂടെ എണ്ണ നമ്മൾ ആഡ് ചെയ്തായിരുന്നു, എണ്ണ കുറവായതുകൊണ്ട് കേട്ടോ. ചതച്ച സംഭവങ്ങൾ വേഗം മുരിയുന്നു. അപ്പൊ മറ്റേതൊക്കെ ഇങ്ങനെ കിടക്കും, പക്ഷെ ഇത് എണ്ണയിൽ കിടന്നിട്ടും പിന്നെ അതുപോലെ തന്നെ പിക്കിളിൽ കിടന്ന് അതൊരു ടേസ്റ്റ് ആവും. അപ്പൊ ഇപ്പൊ വെളുത്തുള്ളി എങ്ങനെയായാലും നമ്മളെല്ലാവരും തിന്നും. അത് ഒരു അര സ്പൂണും മഞ്ഞൾപ്പൊടി, അര സ്പൂൺ മഞ്ഞൾ. ഇവിടെ നമുക്ക് എല്ലാവർക്കും മുളക് നല്ലോണം വേണം, എന്നുണ്ടെങ്കിൽ തന്നെ പറ്റുള്ളൂ. അപ്പൊ അതുകൊണ്ട് എരിവുള്ള തന്നെയാണ് നമ്മൾ ഇടുന്നത്. എരിവുള്ള നല്ല ഇതായിട്ടുള്ള നല്ല 1.5 സ്പൂൺ ഇട്ടിട്ടുണ്ട്. എരിവുള്ള മുളക് നമ്മൾ 1.5 സ്പൂൺ ഇട്ടിട്ടുണ്ട്. നമ്മൾ കുറച്ച് സ്പൈസി ഫാമിലിയാണ്, അപ്പോൾ സ്പൈസി കുറച്ച് കൂടുതൽ ഇഷ്ടം. ഇത് കാശ്മീരി ചില്ലി പൗഡർ, അത് തിക്നെസ് കിട്ടും അതിന്റെ ഗ്രേവിക്ക്. പിന്നെ റെഡ് കളർ, നല്ല കളറും കിട്ടും, അതിന് വേണ്ടിയിട്ട് അത് ഇട്ടിട്ടുണ്ട്. ഒരു ഇച്ചിരി കുരുമുളക് പൊടിയും കൂടി ഇട്ടിട്ടുണ്ട്. പിന്നെ ഇതിന് കായം പൊടി ഇടണ്ടേ? കായം ഉലുവ കൂടി കഴിഞ്ഞാൽ കഴിച്ചു പോകും, അതുകൊണ്ട് അപ്പോഴും കുറച്ചിട്ടത്. കുറച്ച് ഉലുവപ്പൊടിയിലെ അര സ്പൂണ് താഴെയായിട്ട് ഉലുവപ്പൊടി. കായം ഒരു ഫുൾ സ്പൂണ് കൂടുതലിടും, 2 സ്പൂണോളം. അതെ, 2 സ്പൂണോളം മമ്മി ഇടുന്നുണ്ട്. നമുക്കൊന്ന് മിക്സ് ചെയ്യാം. ഇതൊക്കെ ലോ ഫ്ലെയിമിൽ വെക്കണം, അല്ലെങ്കിൽ ഒക്കെ കരിഞ്ഞു പോകും. പച്ചമണം മാറുന്ന വരെ, അങ്ങനെയല്ല എല്ലാവരും പറയുന്നത്. പച്ചമണം മാറുന്ന വരെ, നമ്മുടെ പൊടികളുടെയൊക്കെ പച്ചമണം മാറുന്ന വരെ ലോ ഫ്ലെയിമിലിട്ടിട്ട് നമ്മളതിനൊന്ന് കുറച്ച് കൂട്ടി ഇതാക്കാം. ലോ ഫ്ലെയിമിലിട്ടിട്ട് നോക്കാം. അതിൻ്റെ സമയത്ത് കുറച്ചും കൂടി ഉപ്പ് വേണമെങ്കിൽ ആഡ് ചെയ്യാം. വറുത്ത് വെച്ച മീൻ ഇതിലേക്ക് ആഡ് ചെയ്യാറായിട്ടോ. അത് ഇങ്ങനെ ഒരു കളറായി വറുത്ത് വെച്ച മീൻ നമ്മൾ ആഡ് ചെയ്യാട്ടോ. ഇത് ആക്ച്വലി കാണാൻ ചിക്കൻ 65 പോലെ ഉണ്ട്, രസമില്ല. ഫിഷ് 65. പക്ഷെ ഇത് കാണാൻ ചിക്കൻ പോലെ ഉണ്ട്. വലിയ പീസാണ്. നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം ആക്കിയപ്പോൾ ഞാൻ നിങ്ങൾക്ക് തന്നു വിട്ടതേ ചെറിയ പീസായിരുന്നു. അപ്പോൾ പക്ഷെ ഭയങ്കര ഡ്രൈ ആയി പോയില്ലേ? കുഴപ്പമില്ല, നല്ലായിരുന്നു. അത് ഒഴിക്കുന്നത് വിനാഗിരിയാണ്, വിനീഗർ. ഹാഫ് ഉണ്ടായിരുന്നില്ല, കൂടുതൽ ഒഴിക്കണം. എത്രത്തോളം ഒഴിക്കണം? ഹാഫ് ബോട്ടിൽ ഒഴിക്കേണ്ടി വരും. എന്നാൽ അതിനനുസരിച്ചിട്ട് ഗ്രേവി ഉണ്ടാവുള്ളൂ. അപ്പോൾ നമ്മൾ ഇത്തിരി കൂടി ഇട്ടിട്ടുണ്ട്. ഇത് കണ്ട
നല്ല ഗ്രേവിയും ഇതൊക്കെ ആയിട്ട് തിക്കായിട്ട് വന്നത്. പിന്നെ വേറെ ഇത് ഇരുന്ന ഒന്നും കൂടി ഇതാവും. അധികം എണ്ണ ഇല്ലേ പൊതിച്ചില്ല, കഴിഞ്ഞ പ്രാവശ്യത്തെ പോലെ ഉപ്പ് കുറച്ച് കുറവാന്ന് തോന്നിയപ്പോൾ നമ്മൾ കുറച്ച് ഉപ്പിട്ടു. ദിസ് ഇസ് ദി ഫൈനൽ ലുക്ക് ഗൈസ്. ഇനി ഇത് കുറച്ചു നേരം ഇരിക്കാനല്ലേ? കൊള്ളാം, നല്ല മീനച്ചാറിന്റെ പോലെ ഉണ്ട്. നല്ലതാണ്, ട്രൈ ചെയ്യും. ചെയ്യാം നമുക്ക്. സൂപ്പർ സാധനം കേട്ടോ. ഇതൊക്കെ ചോറ് കൂട്ടി കഴിക്കാൻ അടിപൊളിയാണ്. സൂപ്പർ. ചൂടാറാൻ വെച്ചേക്കുവാണ്. പിന്നെ ഇത് ഇപ്പം രാത്രിയായി. ഇനി രാവിലെയാണ് ഇത് ഇനി വേറെ കുപ്പിയിലേക്കൊക്കെ ആക്കുന്നത്. അപ്പൊ നമ്മള് ഇന്ന് കാലത്താണ് 2 ജാറിൽ നിറച്ചത്. ഈ വലിയ ജാറ് ഈ ജാറ് എടുക്കും. ഓക്കെ, അപ്പോ നിറയ്ക്കുന്നൊന്നും എനിക്ക് വീട്ടിലെടുക്കാൻ പറ്റിയില്ല, എന്നോട് പറയാണ്ടത് നിറച്ചു. അപ്പോൾ അത്രയുള്ള ഇന്നത്തെ വീഡിയോ. താങ്ക്സ് ഫോർ വാച്ചിങ്. എല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുക. ഇതൊരു മസ്റ്റ് ട്രൈ ആയിട്ടാണ്. ബൈ.